മുത്തയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബത്തുള്ള മക്കത്ത. മുത്ത് വഫാത്തായ ഭൂമി മദീന. മണ്ണിൽ ചെല്ലുള്ള സ്വർഗ്ഗത്ത് ഹക്ക് പഠിച്ച നബി അയച്ചുള്ള അംബിയ ഫാത്തിമ. ആമിന ബീബി പൊന്നുമ്മ, ബീബി ഹലീമ പച്ചുമ്മ. ആമിന ബീബി പെറുക്കും പെരുന്നു പൊന്നു പാത്തുള്ള. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവർ പിറന്നൊരു ഫാത്തിമ. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവർ തുറന്നൊരു ഫാത്തിമ. അഹ്ലു ബൈത്തിൽ കണ്ണിൻകൾ ഹസൻ ഹുസൈനൊരു പൊന്നുമ്മ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബത്തുള്ള മക്കത്ത. മുത്ത് വഫാത്തായ ഭൂമി മദീന. മണ്ണിൽ ചെല്ലുള്ള സ്വർഗ്ഗത്ത് ഹക്ക് പഠിപ്പിക്കാൻ നബി അയച്ചുള്ള അംബിയ ഫാത്തിമ. ആമിന ബീബി പൊന്നുമ്മ, ബീബി ഹലീമ പൊന്നുമ്മ. ആമിന ബീബി പെരുന്നു അച്ചലപ്പറ്റി വെച്ച്. മുത്താലിവട്ട വയസ്സിൽ മറിഞ്ഞു. യത്തീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. യത്തീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. ഹക്ക് തൊഴാത്തൊരു കാലത്ത് സത്യം പറഞ്ഞപ്പോൾ മക്കമുറിക്ക് സ്നേഹത്തോടെ വിളിച്ചു. അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബത്തുള്ള മക്കത്ത. മുത്ത് വഫാത്തായ ഭൂമി മദീന. മണ്ണിൽ സ്വർഗ്ഗത്ത് ഹക്ക് പഠിക്കാൻ നബി അയച്ചുള്ള അംബിയ ഫാത്തിമ. ആമിന ബീബി പൊന്നുമ്മ, ബീബി ഹലീമ പറ്റുമ്മ. ആമിന ബീബി പൊന്നുമ്മ, ബീബി ഹലീമ പറ്റുമ്മ. പറ്റും നിന്നെ പിരിഞ്ഞു പൊന്നു പാത്തുള്ള. ആദ്യത്തെ ഖദീജുമ്മ, അവരെ തുറന്നൊരു ഫാത്തിമ. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവരെ തുറന്നൊരു ഫാത്തിമ. അഹ്ലു ബൈത്തിലെ കണ്ണിക ഹസൻ ഹുസൈനൊരു പൊന്നുമ്മ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബത്തുള്ള മക്കത്ത. മുത്ത്